ഇന്ത്യയുടെ എന്താവശ്യവും നടപ്പിലാക്കാൻ തയ്യാറായിരിക്കുന്ന രാജ്യമാണ് റഷ്യ. മോദി പുടിൻ ബന്ധത്തിന്റെ കരുത്താണ് അതിലൂടെ എടുത്തു കാണിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രത്യേകം തയ്യാറാക്കിയ 2 സീറ്റുകളുള്ള SI-57 സ്റ്റെൽത്ത് യുദ്ധവിമാനം റഷ്യ പുറത്തിറക്കിയിരിക്കുകയാണ്. പണ്ട് നിർത്തിവെച്ച ഇന്ത്യ റഷ്യ സംയുക്ത 5ാം തലമുറ യുദ്ധവിമാന സംരംഭമായ FGFA പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ പുതിയ വിമാനത്തെ വിദേശ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. വിമാനത്തിന്റെ രൂപകൽപ്പനയിൽ ഇന്ത്യയുടെ പ്രത്യേക താൽപര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് റഷ്യൻ വ്യോമയാന മേഖലയിലെ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് ഇങ്ങനെ ഒരു വിമാനം വേണമായിരുന്നു, അവർക്കായി ഞങ്ങൾ ഇത് നിർമ്മിച്ചു എന്നാണ് റഷ്യൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ സുഖോയി 30 MKI വിമാനങ്ങളിലെ കോക്പിറ്റ് മാതൃകയിലാണ് ഇതിന്റെ മുൻഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്ത സുഖോയ് ടെസ്റ്റ് പൈലറ്റ് സെർജി ബോഗ്ദാന്റെ നേതൃത്വത്തിൽ 2026 മെയ് 19 ഈ വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. കേവലം പരിശീലനത്തിനുള്ള വിമാനമല്ലിത്. യുദ്ധമുഖത്ത് ഡ്രോണുകളെയും മറ്റ് വിമാനങ്ങളെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു എയർബോൺ കമാൻഡ് സെന്റർ ആയിട്ടാണ് ഇരട്ട സീറ്റുള്ള Su-57 പ്രവർത്തിക്കുന്നതെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. വിമാനത്തിന്റെ പിൻസീറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒക്ടോട്ടിക് പോലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളെ യുദ്ധമുഖത്ത് നിയന്ത്രിക്കാനുള്ള ചുമതലയായിരിക്കും. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് സജ്ജമാകാൻ 2030കളുടെ പകുതി വരെ സമയമെടുക്കും. ഈ സാഹചര്യത്തിൽ Su-57 ഇന്ത്യക്കൊരു മികച്ച പകരക്കാരനാകുമെന്നാണ് റഷ്യയുടെ വാദം. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനൊപ്പം ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾ ഈ വിമാനത്തിൽ ഘടിപ്പിക്കാനുള്ള സൗകര്യവും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എങ്കിലും 2 സീറ്റുകളെയും ഉൾപ്പെടുത്താനായി വിമാനത്തിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി അതിന്റെ ഇന്ധന സംഭരണ ശേഷിയെയും സ്റ്റെൽത്ത് ഗുണങ്ങളെയും നേരിയ തോതിൽ ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അയൽ രാജ്യങ്ങൾ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഈ പുത്തൻ വാഗ്ദാനം ഇന്ത്യ ഗൗരവമായി പരിഗണിച്ചേക്കാം. കഴിഞ്ഞ ഒരു വർഷമായി റഷ്യൻ Su-57 വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ IAF-ഉം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും നിസ്സംഗത പാലിച്ചു. FGFA പങ്കാളിത്തത്തിന്റെ പരാജയത്തിന് സൈനിക വിദഗ്ധർ ആരോപിച്ച ഒരു സമീപനമാണിത്. Su-57നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓപ്ഷനുകളും നമ്മൾ തൂക്കി നോക്കേണ്ടതുണ്ട് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതിരോധ മന്ത്രാലയത്തിലും ഇന്ത്യൻ വ്യോമസേനയിലും ഏതെങ്കിലും ആയുധ സംവിധാനം ഉൾപ്പെടുത്തുന്നതിന് വളരെ കൃത്യമായ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ പിന്തുടരും. അതിനാൽ എന്താണ് ആവശ്യകത നിറവേറ്റുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും IAF മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് 2025 ഒക്ടോബറിൽ പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ Su-57 വാഗ്ദാനം ഉണ്ടായിരുന്നിട്ടും പ്രതിരോധ മന്ത്രാലയം ഡസോൾട്ട് ഏവിയേഷൻ റാഫേൽ മൾട്ടി റോൾ വിമാനം വാങ്ങുന്നതിന് അന്തിമ രൂപം നൽകുന്നതിൽ മുന്നോട്ട് പോയി. അത് ഇപ്പോൾ ഒരു പുരോഗതിയിലാണ്. നേരത്തെ Su-57 ഓഫർ ഇന്ത്യ എന്നേക്കുമായി അവസാനിപ്പിച്ചതായി തോന്നി. പ്രത്യേകിച്ചും റഫാൽ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകുകയും വിദേശ 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതിനു ശേഷം. എന്നിരുന്നാലും ഇന്ത്യയിൽ പ്രാദേശികമായി ജെറ്റുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നിക്ഷേപം സംബന്ധിച്ച് റഷ്യയിൽ നിന്നുള്ള കൊട്ടേഷൻ കാത്തിരിക്കുകയാണെന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ DK സുനിൽ കഴിഞ്ഞ മാസം വെളിപ്പെടുത്തി. ഒരു തരത്തിൽ ഇന്ത്യ ആ ഓഫറിന് വഴങ്ങുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇത് തെളിയിച്ചു. തദ്ദേശീയ AMCA തയ്യാറാക്കുന്നതുവരെ എതിരാളികളുമായുള്ള വിടവ് നികത്താൻ IAF കുറച്ച് Su-57 വിമാനങ്ങൾ സ്വന്തമാക്കണമെന്ന് ഇന്ത്യൻ പ്രതിരോധ തന്ത്രപരമായ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നു. ഇതാണ് ഇന്ത്യൻ വ്യോമസേന ആദ്യം ആഗ്രഹിച്ചത്. ഇപ്പോൾ വ്യോമസേനയ്ക്ക് ലഭിക്കാൻ പോകുന്ന ഇതാണ്. Su-57 ഇരട്ട സീറ്റ് വകഭേദത്തെക്കുറിച്ച് താക്കൂർ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തായാലും അത് ഇന്ത്യക്ക് ഇപ്പോൾ റഷ്യയിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.